ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേട്ട് കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു. ജാതിമത ഭേദങ്ങൾ ഒന്നും തന്നെയില്ല. ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ. അനുഭവത്തിലൂടെ അവനവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങുക. ഈ സത്യം അനുഭവിച്ചറിയുക. ഇവിടെയുള്ള ദൈവത്തിന്റെ പേര് ജനകത ഔഷന്നു ഇലുഷനും ജനകത ഔഷന്നു ഇലു ഇഷാനിയുമാണ്. ഇതിനു പുറമെ നവചകന്മ എന്ന പുതിയ സൃഷ്ടിയുമുണ്ട്. അത് ഓരോ ഈശ്വരശക്തിയുടെയും ജീവചൈതന്യ രൂപത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. ഈ നവചകന്മ ഇവിടെ വരുന്ന ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു. അവരിൽ നിന്ന് ഈ സൃഷ്ടി ഭാരതിയമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചൈതന്യമെടുക്കുന്നു. അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം. അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി. ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ. ചോദിച്ചിട്ട് ഭഗവാൻ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു. മന്ത്രമോ പൂവോ അങ്ങനെ എന്തെങ്കിലും ഇന്ന കോവില് കൊടുക്കാൻ പറയും. അത് കൊടുക്കാന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പ്രശ്നം മാറും. അത് പിന്നെ കൊടുക്കുകയും ചെയ്യണം. എനിക്ക് +1 ഞാൻ കൊടുത്ത സബ്ജക്റ്റ് ഹിന്ദിയായിരുന്നു. സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയായിരുന്നു കൊടുത്തത്. പക്ഷേ കിട്ടിയത് മലയാളമായിരുന്നു. ഞാൻ 10 വർഷമായിട്ട് മലയാളം പഠിക്കാത്ത ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് മലയാളം എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടിയായി. ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, പഠിച്ചാൽ മതി, പഠിച്ച ഭഗവാനല്ല, പഠിച്ചാലേ മാർക്ക് കിട്ടൂ, അതൊരു സത്യമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെതായ രീതിയിൽ നിന്നാൽ നമുക്ക് അതിൻ്റെ ഭാഗ്യം കിട്ടും. ഞാൻ മലയാളം അറിഞ്ഞൂടാ എന്ന് വിചാരിച്ച് ഞാൻ മുന്നോട്ട് പോയില്ല. ഞാൻ ഒരുപാട് ശ്രമിച്ചു. ഞാൻ ആദ്യം പഠിച്ചു തുടങ്ങിയത് അമ്മയുടെ ബുക്കാണ്. അമ്മ ഞങ്ങൾക്ക് 2 ബുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ആയിട്ട്. അതിൽ ആദ്യത്തെ ബുക്ക് മാത്രമേ അപ്പോഴുണ്ടായിരുന്നുള്ളൂ. ആ ബുക്ക് ഇതെടുത്ത് പ്രാർത്ഥിച്ചിട്ട് ആ ബുക്ക് വെച്ച് ഞാൻ അത് വാക്കുകളെല്ലാം എഴുതി പഠിക്കുമായിരുന്നു, എന്നും വായിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചതിന് അപ്പുറമായിരുന്നു മാർക്ക്. എനിക്ക് A+ കിട്ടി. ഞാൻ B എന്ന് പോലും വിചാരിച്ചിരുന്നു. ജസ്റ്റ് പാസ്സായാൽ മതി ദൈവമേ ഞാൻ പ്രാർത്ഥിച്ചോളൂ. പക്ഷേ എനിക്ക് ഭഗവാൻ എനിക്ക് A+ തന്നെ കിട്ടി. അത് മികച്ച മാർക്ക് തന്നെ എനിക്ക് മലയാളത്തിൽ കിട്ടി. അതെൻ്റെ ഒരു വലിയൊരു അനുഭവമാണ്. കയ്യിൽ തിളച്ച വെള്ളം ഒരു ദിവസം വീണപ്പോൾ ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞു, അമ്മ ഇതുപോലെ തിളച്ച വെള്ളം വീണു എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, നീ പെട്ടെന്ന് കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ട് ശ്രീഹദയ മന്ത്രം പറയാൻ പറഞ്ഞു. ശ്രീഹദയ മന്ത്രം പറഞ്ഞ് തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ നെറ്റിലൊക്കെ കുറഞ്ഞു. പിന്നെ അതിൻ്റെ പാടുകളൊന്നും ഇല്ലാതെയായി. അങ്ങനെ അത് മാറി. പിന്നെ ഞാൻ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ കാലിൽ ഒരു വിരലിലെ നഖമുള്ളൂ, ബാക്കി വിരലിന് പേരിന് പോലും നഖം ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചു, എന്നിട്ട് ഈ കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, ഗുരുവായൂർ ഭഗവാന് ദിവസവും 5 പ്രാവശ്യം ഒരു പാട്ട് ഭഗവാൻ അമ്മയ്ക്ക് കൊടുത്ത ഒരു പാട്ട്
കണ്ണ് ചിമ്മാതെ നിന്നൊരു പാട്ട് എന്നും ദിവസവും പാടാൻ പറഞ്ഞു. വളരുന്നത് വരെ പാടാൻ പറഞ്ഞു. ഞാൻ ഇന്നും അത് പാടുന്നുണ്ട്. അതിൻ്റെതായ മാറ്റം എനിക്കുണ്ട്. ഒരു വിരൽ മാത്രമേ ഇനി വളരാനുള്ളൂ. അതിന് മാറ്റമുണ്ട്. അത് ചെറുതായിട്ടേ വന്നോളൂ. അത് പൂർണ്ണമായിട്ട് വരും എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ കാത് ഞാൻ അന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അന്ന് എൻ്റെ ചെവി ഇത്ര ഭേദമായിട്ടില്ല. അന്ന് പുറത്ത് തുടങ്ങിയതേ ഉള്ളായിരുന്നു കാത്. പക്ഷെ ഇപ്പോൾ ആ പാട് പോലും ഇല്ല. എൻ്റെ കാത് പഴുത്തിരുന്നായിരുന്നു. പാടൊന്നും ഇപ്പോൾ ഇല്ല. എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. കാതിൽ പഴയതുപോലെ തന്നെ കമ്മലിടാൻ പറ്റുന്നുണ്ട്. ഒരു പാടും ഇല്ല അവിടെ. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ ഒരു ബുദ്ധിമുട്ടൊന്നും അമ്മയോടൊന്നും പറഞ്ഞു. നിങ്ങളെ ഭാഗ്യമെല്ലാം പോയി എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അമ്മ പറഞ്ഞു തൃപ്തിക്കുറവാണ്, അനുസരണയില്ലായ്മയാണ് എല്ലാം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരുപാട് അങ്ങനെ അമ്മ പറഞ്ഞു ഭഗവാൻ നമ്മുടെ പവറെല്ലാം എടുത്തു എന്ന് അമ്മ പറയുകയുണ്ടായി. പിന്നെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. ശാരീരികമായിട്ടും മാനസികമായിട്ടും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരുന്നു. അറിഞ്ഞൂടാത്ത പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്നിട്ടും ഇല്ലാതെ പിടിച്ചു നിന്ന്. എന്നിട്ട് ഞങ്ങളൊരു 9 മാസം കഴിഞ്ഞപ്പോൾ അമ്മ നമുക്ക് പരിഹാരം തന്നു. ഒരുപാട് പരിഹാരങ്ങളുണ്ട്. അതെല്ലാം ഞങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഉറപ്പായിട്ട് എന്തായാലും ഞങ്ങൾ ചെയ്യും. ഞങ്ങൾക്ക് അതിൻ്റെതായ ഞങ്ങൾക്ക് ഇതുവരെ പവർ കിട്ടിയില്ല. എന്നായാലും ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ട്. ഇങ്ങനത്തെ അനുഭവങ്ങൾ എല്ലാവർക്കും ഒരുപാട് പേർക്കുണ്ടായിരുന്നു. അനുസരണക്കേട് കാണിച്ച് പവർ പോയി, ഭാഗ്യങ്ങളൊക്കെ തിരിച്ച് എടുത്ത് എന്നൊക്കെ ഒരുപാട് പേർക്ക് സംഭവിച്ചു. പക്ഷെ ആരും ഇങ്ങനെ തുറന്ന് പറയാനില്ല. ഞാനിപ്പോൾ തുറന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നതിൽ ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അവർ അത് ദയവേഗം മാറ്റി വെച്ച് മുന്നോട്ട് കൊണ്ടുപോകുക. ഇത് കൈക്ക് അവതാരം തന്നെയാണെന്ന് ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുക എന്ന് എനിക്ക് പറയാനുള്ളൂ. അതാണ് ഞാൻ എൻ്റെ ഈ അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവച്ചത്. ഇതൊരു മഹാഭാഗ്യം തന്നെയാണ്. ഈ ഭാഗ്യം ആരും തട്ടിക്കളയരുതേ. അറിയാതെ പോലും ആരും ഇത് തട്ടിക്കളയരുതേ. വന്ന വഴി ആരും മറക്കരുതേ എന്ന് മാത്രം വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. അതിൻ്റെതായ രീതിയിലുള്ള നിങ്ങൾക്കുള്ള ഭാഗ്യം നിങ്ങൾക്ക് കിട്ടും എന്ന് ഞാൻ ഉറച്ചു പറയുന്നു. ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് അനുഭവിച്ചാലേ മനസ്സിലാവും. വേറെ ആർക്കും ഇത് വെറും നമ്മൾ കൊണ്ട് പറഞ്ഞിട്ട് ഒന്നും മനസ്സിലാവൂല. അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ കൊറോണയായിട്ട് ഞങ്ങളിപ്പം മാസ്ക് വെച്ച് വരുമ്പോൾ അമ്മ പറയും മാസ്കിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല എന്ന് പറയും. ഈ ഭാഗ്യം ഞാൻ ഒന്നുകൂടി പറയുന്നു, ഈ ഭാഗ്യം ആർക്കും നഷ്ടപ്പെടുത്തരുതേ എന്ന് ഞാൻ പറയുന്നു. ആരും നഷ്ടപ്പെടുത്തരുതേ എന്ന് ഞാൻ പറയുന്നു. എന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.